ഇന്നലെ ഇവിടെ ഈ വേദിയിൽ അവസാനം വന്നത് മമ്മൂട്ടിയായിരുന്നു. ഇന്ന് ആദ്യം വന്നിരിക്കുന്നത് മമ്മൂട്ടിയെപ്പോലെ തന്നെ ഗ്ലാമർ താരങ്ങളായിട്ടുള്ള രണ്ടാളുകളാണ്. ബ്രിട്ടാസിനെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ടി വിയിൽ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. ഹൈബിയെ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ഈ രണ്ട് ഗ്ലാമർ താരങ്ങൾ എന്തുകൊണ്ട് സിനിമയിൽ പോകുന്നില്ല, രാഷ്ട്രീയത്തിൽ വന്നു എന്നതൊരു സംശയം തന്നെയാണ്. സത്യത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഇത്രയും സൗന്ദര്യവും ഗ്ലാമറും ഒക്കെ ആവശ്യമുണ്ടോ ബ്രിട്ടാസ്? ടോണി പറഞ്ഞതൊന്നും മമ്മൂക്ക അറിയാനേ പാടില്ല. എന്താ കാരണം വെച്ചാൽ ഇന്നലെ അദ്ദേഹവും ഇന്ന് അദ്ദേഹത്തിന് പകരമായിട്ട് ഹൈബിയും ഞാനും എത്തിയെന്ന് അദ്ദേഹം അറിഞ്ഞാൽ എൻ്റെ ഫുഡും അക്കോമഡേഷനും അവിടെ തീരും. അതുകൊണ്ട് അദ്ദേഹം അറിയാതിരിക്കട്ടെ. ഇവിടെ ആരെങ്കിലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. കൈരളിയുടെ ചിലപ്പോൾ ചെയർമാൻ സ്ഥാനം തന്നെ ചിലപ്പോൾ രാജിവെച്ചെന്ന് വരും. അതെ, അങ്ങനെ ഒരു അപകടം ഞാനും ആലോചിച്ചല്ലോ കേട്ടോ. ഈ കൈരളി കണക്ഷൻ നമ്മൾ ആലോചിച്ചില്ല. എന്തായാലും കൈരളിയുടെ ചെയർമാൻ വന്ന സ്റ്റേജിലാണ് കൈരളിയുടെ എല്ലാമായ ബ്രിട്ടാസും ഹൈബിയുള്ളത്. ഹൈബിയോടും കൂടിയാണ് ആ ചോദ്യം കേട്ടോ. ഈ ഗ്ലാമർ, നിങ്ങളെന്താ സിനിമയിലൊന്നും പോയായിരുന്നു? നിങ്ങൾക്ക് എത്ര വയസ്സായി ശരിക്കും? നിങ്ങളെ കണ്ടാൽ അന്നയോട് ചോദിക്കേണ്ടി വരും അല്ലേ? നിങ്ങളെ കണ്ടാൽ ഞാൻ എൻ്റെ പ്രായം പറയുന്നില്ല, പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ബ്രിട്ടാസിനെ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് MP ആയിരിക്കുമ്പോൾ സെൻട്രൽ ഹാൾ എന്ന് പറയുന്ന ചരിത്രപരമായ, ഇന്ന് ഞങ്ങൾ അവിടെ പ്രവേശിക്കാറില്ല. ഞങ്ങളുടെ ഒരു സംഗമ ഭൂമി എന്ന് പറയുന്നത് രാജ്യസഭ, ലോക്സഭ MP-മാരും മാധ്യമപ്രവർത്തകരൊക്കെ ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ശ്രീ ജോൺ ബ്രിട്ടാസിനെ കാണുന്നത്. ഒരു പാർലമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പിതാവിനോടൊപ്പമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബാക്കി ഞാൻ പറയാം. അതിൽ രസകരമായ ഒരു കഥ പറയാനുണ്ട്. അതായത് ഹൈബി ഇപ്പോൾ എൻ്റെ പ്രായം കൃത്യമായി അടിവരയിടാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിൽ പോലും ഇത് വാസ്തവമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഹൈബി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഹൈബിയുടെ പിതാവിനൊപ്പം ഹൈബി പാർലമെൻറ്റിൽ വരുന്നത്. സെൻട്രൽ ഹാളിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈബിയെ പരിചയപ്പെടുത്തിയ ആ വരികൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയട്ടെ. ഹൈബി, ഇതെൻ്റെ മുരളീധരൻ എന്ന് പറഞ്ഞാണ് ഹൈബിയെ പരിചയപ്പെടുത്തിയത്. എത്ര കൃത്യമായിട്ട് അത് ഫലിച്ചു എന്ന് നോക്കണം. ഇത്രയും നർമ്മമുള്ളൊരു വ്യക്തി ഞാൻ ഒരു പക്ഷേ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് ഈഡൻ. ഈ ഹൈബിയായിട്ട് എനിക്ക് വേറെ ചില ഇടപാടുകളുണ്ട് കേട്ടാ. അത് ടോണി ചോദിക്കുകയാണെന്ന് പറഞ്ഞുതരാം. ഇവന് നല്ല മുത്തുപോലത്തെ ഒരു സഹധർമ്മിണിയെ കൊടുത്ത് ഞാനാണ്. എന്ന് വെച്ചാൽ V ചാനലിൽ അവതാരകയായിരുന്ന അന്ന, ഇങ്ങനെ അവൾ ഈ അവതാരകയായി ഇവിടെ പ്രവർത്തിക്കുമ്പോഴാണ് ഇവന് ഹൈബിക്ക് അവളിലൊരു മോഹമുണ്ടാകുകയും അങ്ങനെ ഒരു സാർത്ഥകമായിട്ടുള്ള പ്രണയമായിട്ടത് പര്യവസാനിക്കുകയും ചെയ്തത്. അതിന് നന്ദി ഉണ്ടോടാ ഹൈബി നിനക്ക്? നമ്മൾ ബ്രിട്ടാസ് പത്രപ്രവർത്തകനാണ്, അവതാരകനാണ്, MP ആണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ മാരേജ് ബ്യൂറോ നടത്തുന്ന കാര്യം ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വേറെയും വിവാഹങ്ങൾ സ്വാഭാവികമായിട്ടും നടത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അല്ല, അത് ഞങ്ങളുടെ ഒരു ഓണം ഇൻ്റർവ്യൂ ചാനൽ V ഞങ്ങൾ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ വെച്ച് ആദ്യം ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നത്. സത്യമാണ്. യഥാർത്ഥത്തിൽ കൈരളി V-യും ബ്രിട്ടാസും ഒക്കെ അതിൻ്റെ ഒരു ഉത്തരവാദികളാണ്. അതിൻ്റെ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. റിസ്കി ബിസിനസ്സാണ്. ഞാൻ ഇതുവരെ വിചാരിച്ച് ഇവൻ എന്നോട് അതിനോട് ബഹുമാനമാണുള്ളത്. ഇപ്പം എന്തോ ഒരു ചെറിയ പകയുള്ള പോലെ കാണുന്നെനിക്ക്. അതാ ജോർജ് ഈഡൻ സാറിൻ്റെ ഹ്യൂമർ സെൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഹൈബി മോശമില്ലാന്ന് തോന്നുന്നു അല്ലേ ബ്രിട്ടാസ്? ഹൈബി നല്ല മിടുക്കനല്ലേ? ഇപ്പം കണ്ടില്ലേ നിങ്ങൾ സിനിമാ നടന്ന്? അല്ല, ഒരു കമ്പാരിസൺ എപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഷൂസിൽ സ്റ്റെപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കമ്പാരിസൺ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. കാരണം പുള്ളി പറയുന്ന തമാശകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല അടി മേടിച്ച് കൂട്ടും. പക്ഷെ ഉറപ്പിച്ച് ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതീവ സന്തുഷ്ടനാകുമായിരുന്നു, സംതൃപ്തനാകുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാൾ, വിഭാവനം ചെയ്തതിനേക്കാൾ ഉയരത്തിൽ ശോഭിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഹൈബി ഉരുത്തിരിഞ്ഞു എന്ന്
എനിക്ക് പറയുന്നതിനൊരു മടിയില്ല. ഒരു സംശയവുമില്ല. ഇത്രയും നല്ല കാര്യങ്ങളൊന്നും നീ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാലും വേണ്ടില്ല പറഞ്ഞു. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം അത് അപ്പാടെ പൊളിഞ്ഞുപോയി. അവർ പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലാണോ എന്നായിരുന്നു വിഷയം. അപ്പം നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നു. ഇനി നിയമസഭ മനോരമയുടെ ഉദ്ദേശം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അത് കാരണം ഞാനിപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞതിന് ഞാൻ ഇനി കോംപ്ലിമെൻ്റ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പം മറ്റൊന്നുമല്ല, ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ JB ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് ശ്രീ ബ്രിട്ടാസിനെ കണ്ടിട്ടുള്ളത്. ബ്രിട്ടാസ് ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു മീഡിയ സെൻസുള്ള ഒരാളായിട്ട് അദ്ദേഹം എപ്പോഴും പാർലമെൻറ്റിൽ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം, സാധാരണ CPM-ൽ കാണുന്ന ഒരു ശൈലിയല്ല അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, CPM-ൻ്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി MA ബേബി, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും രീതിയൊക്കെ നമുക്കറിയാം, നിലപാടുകളും അറിയാം. പക്ഷെ പാർലമെൻറ്റിൽ BJP-യെ പല സന്ദർഭങ്ങളിലും വളരെ കടന്നാക്രമിക്കുന്ന ശൈലി അദ്ദേഹം സ്വീകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് BJP-യുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റ് ചേരിയിലുള്ള, ഞങ്ങളുടെ ഇപ്പോൾ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ എതിർ ചേരിയിലുള്ള ആളുകളുടെ ഇടയിലും പുള്ളി വലിയ പോപ്പുലറാണ്. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ പ്രത്യേകം രാജ്യസഭയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ടാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ചോദിക്കാൻ, എൻ്റെ ചോദ്യങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ചോദ്യമാണ്, ഈ ബാലൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ടുള്ളൊരു, ഇപ്പോൾ ഈ ഡൽഹിയിൽ ഞാൻ കേട്ടത് ഈ വക്കച്ചൻ ഭട്ടത്തിൽ പണ്ട് രാജ്യസഭ MP ആയിരുന്നല്ലോ. അപ്പോൾ ഈ വക്കച്ചൻ ഭട്ടത്തിൽ രാജ്യസഭ MP ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും പുള്ളിയുടെ വീട്ടിൽ പാർട്ടിയാണ്, MP-മാർ വരും, ആഘോഷിക്കും, രസിച്ചു പോവും. അതുപോലെ ഇങ്ങനെ പാർട്ടിയൊക്കെ നടത്തി ഭയങ്കര ജനകീയരായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ MP-മാർ എപ്പോഴും നിങ്ങൾ നിരന്തരം സഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന 2 MP-മാരാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഞാൻ നിങ്ങളുടെ സഹ MP-മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? നിങ്ങളുടെ വീട്ടിലൊക്കെ എന്നും പാർട്ടി ഉണ്ടാവുകയും അവിടെ ഈ BJP-കാരൊക്കെ വരികയും ചെയ്യാറുണ്ടോ? കൃത്യമായി ചോദ്യം മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു ഇക്കോ ഉണ്ടെന്ന്. എന്താ ടോണി ഒന്നോടെ പറഞ്ഞ്? യഥാർത്ഥത്തിൽ എനിക്ക് ഹൈബിയോട് വലിയ അസൂയുണ്ട്. എന്ന് വെച്ചാൽ ഹൈബി ഈ പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു MP-യാണ് ഈ ഹൈബി. എന്നാൽ പ്രത്യേകിച്ച് വനിതാ MP-മാർ ഈ ഹൈബിയെ കാണുമ്പോൾ എന്തൊരു സ്നേഹമാണെന്നറിയാം. ഞാൻ തമാശ പറയുന്നല്ല. ഞാൻ ജോൺ ബ്രിട്ടാസിൻ്റെ ആരാധകരുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേര് സഹിതം ഞാൻ പറയേണ്ടി വരും. പക്ഷേ ടോണി, സത്യം പറയട്ടെ, നമ്മൾ രാഷ്ട്രീയത്തിൽ അത് ഹൈബി ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്ന എനിക്ക് ഉറപ്പായിട്ടുണ്ട്. പാർലമെൻറ്റിൽ നമ്മുടെ ഒരു നിലപാടും നമ്മുടെ ഒരു രാഷ്ട്രീയവും സ്പഷ്ടമായി പ്രകടിപ്പിക്കേണ്ട ഒരു വേദിയാണ്. അവിടെ ഒരു ഒത്തുകളിയൊന്നുമില്ല, ഞങ്ങൾക്കില്ല. ഒത്തുകളിക്കുന്നവരുണ്ടാകാം, പക്ഷേ പൊതുവെ കേരളത്തിൽ നിന്ന് പോകുന്ന MP-മാർക്ക് അങ്ങനെ ഒരു ഒത്തുതീർപ്പോ സന്ധിയോ ഇല്ല. പിന്നെ 2 അതിനിശ്ചിതമായിട്ട് ഭരണപക്ഷത്തെ വിമർശിക്കുന്നതിൽ അവർക്ക് വിമ്മിഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അല്ല, വിമ്മിഷ്ടമുള്ള ചിലരുണ്ടാകാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ടോണി, കേരളത്തിൻ്റെ MP-മാരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്ത് വരുന്ന ആളുകളാണ്. അതിപ്പോൾ നന്നായി ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു ഏറ്റക്കുറച്ചിലൊഴിച്ചാൽ വാട്ട് എവർ ദേ പ്രസൻറ്റ്, അവരുടെ ആത്മാർത്ഥമായ ഇടപെടൽ വിഷയങ്ങളോടും ഇപ്പോൾ സമീപനങ്ങളോടും നയങ്ങളോടുമുള്ള എല്ലാ നിലപാടുകളും വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അത് ഏറ്റവും നന്നായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് MP-മാർ നോക്കിയാൽ നിങ്ങൾ കേരളത്തിൽ നിന്നായിരിക്കും. ഏറ്റവും കൂടുതൽ പാർലമെൻ്ററി ഇൻ്റർവെൻഷൻസും പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലും അവതരിപ്പിച്ച ആളുകളെല്ലാം കേരളത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. കാരണം ഞങ്ങളുടെ പാർലമെൻ്ററി പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ വളരെ ക്ലിയറാണ്. ആ കൺവിക്ഷൻ വളരെ വ്യക്തമാണ് മലയാളി MP-മാരുടെ കയ്യിൽ. ഈ ഭാഷയുടെ കാര്യം ഹൈബി പറഞ്ഞല്ലോ.
ഈ ഭാഷ ഇപ്പോൾ ഈ ഹൈബി ഹിന്ദി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ബ്രിട്ടാസ് ഏറെക്കാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. ഹൈബി ഹിന്ദിയിൽ മുദ്രാവാക്യം അതെ വിളിക്കുന്നത്. അതെ, അതായത് ഹൈബി ഞാൻ ഓട് പൊളിച്ച് വന്നതല്ല, ഞങ്ങൾ ഓട് പൊളിച്ച് വന്നതല്ല എന്നൊക്കെ ഭയങ്കര ഹിറ്റായ ഡയലോഗ് ഹിന്ദിയിൽ പറഞ്ഞു. അവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ ഒരു മുന്നണിയാണല്ലോ അവിടെ, കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത്. പോസ്റ്റർ കൊടുക്കും, മുദ്രാവാക്യം വിളിച്ചു കൊടുക്കും. അപ്പോൾ അല്ല, അതൊരു നമ്മൾ കുറേ ഹിന്ദി സിനിമ കാണുന്ന ആളുകളാണ്. അതുമാത്രമല്ല, നമ്മൾ ഹിന്ദിയിൽ പറയുന്നതിന് കൂടുതൽ സ്വീകാര്യത പലപ്പോഴും ലഭിക്കാറുണ്ട്. സ്പീക്കറുടെ അറ്റൻഷൻ വേണമെങ്കിൽ ഒരുപക്ഷെ ഹിന്ദിയിൽ കൂടുതൽ സംസാരിച്ചാൽ അറ്റൻഷൻ കിട്ടും. പിന്നെ ഒരു സൗത്ത് ഇന്ത്യ എന്നൊരു MP ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കും. ശ്രീ ബ്രിട്ടാസിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം ഒരു മീഡിയ പേഴ്സണാലിറ്റിയായി നിന്നതുകൊണ്ട് എവിടെയാണ് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയും. ഏത് വിഷയത്തിലാണ് കൃത്യമായ ശ്രദ്ധ കിട്ടുന്നതെന്ന് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ട്രഷറി ബെഞ്ചും നോക്കി കാണും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പല വിഷയങ്ങളിലും കേരളത്തിൽ നിന്നുള്ള MP മാർക്ക് പൊതുവിലുള്ള നിലപാടുകളുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ റവന്യൂ സോഴ്സസ് കിട്ടണം, GST തിരികെ കിട്ടണം, റെയിൽവേ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ, നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ, ഇതിലൊന്നും ആർക്കും എതിരഭിപ്രായമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ബൈ ആൻഡ് ലാർജ് പോളിസീസ് ആർ ദ സെയിം. എന്നാൽ പല കാര്യങ്ങളിലും നമ്മൾക്ക് എലക്റ്റഡ് MPസിന് കൂടുതൽ പ്രാദേശികമായ വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും. പക്ഷേ ബ്രിട്ടാസിന് ഒരു ലാർജർ സ്പേസ് ഉണ്ട്, ഒരു ഒരു രാജ്യസഭാ അംഗം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്. ഈ ബ്രിട്ടാസ് ശരിക്കും നമ്മുടെ ഉദ്ദേശം ഇവിടെ നടക്കില്ല എന്ന് ഹൈബി തന്നെ പറഞ്ഞു. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഇവർ വളരെ ഡിപ്ലോമാറ്റിക്കാണ്. അല്ല, അത് പുറമേക്കുള്ളൊരു ഷോ അല്ല. ഇവർ യഥാർത്ഥത്തിൽ ഇവർ ഒട്ടും അകൽച്ചയിലല്ല, വളരെ സ്നേഹത്തിലാണ്. കേരളത്തിൽ വരുമ്പോഴെങ്കിലും ഇവർ നല്ല അകൽച്ചയിലായിരിക്കും, പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുമ്പോൾ എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും അങ്ങനെ അല്ലെന്ന് വളരെ ക്ലിയറായി കഴിഞ്ഞു. ജോൺ ബ്രിട്ടാസ്, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഒരുപാട് കാലമായിട്ട്, എത്രയോ കാലമായിട്ട് മലയാളികൾക്ക് അറിയാം. നിങ്ങൾ SFIയിലൂടെ വന്നു, ദേശാഭിമാനിലുണ്ടായിരുന്നു, JB ജംഗ്ഷൻ, കൈരളി TV, ഇപ്പോൾ MP ആണ്. പക്ഷേ ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾ കേരളത്തിൻ്റെ ഡൽഹിയിലെ ഒരു അംബാസഡർ ആണെന്നോ സ്ഥാനപതിയാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ നിങ്ങൾ MP ആയിട്ടുള്ള ഞങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ചില പ്രയോഗങ്ങളൊക്കെ ഭയങ്കര ഗംഭീര പ്രയോഗങ്ങളാണ്. അതല്ലാതെ അതിനപ്പുറം ജോൺ ബ്രിട്ടാസ് ഡൽഹിയിൽ എന്താണ് ചെയ്യുന്നത്? ഞാനും ഇപ്പോൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് എൻ്റെ മനസ്സിൽ ടോണി സത്യം പറഞ്ഞാൽ ഒരു പച്ച മലയാളിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഡൽഹിയിൽ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ ഈ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയൊരു ഇന്ത്യ എന്നുള്ള ആശയമാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു സാധാരണ മലയാളിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാര വിക്ഷോഭങ്ങളാണ് എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടുന്നത്. അതിനപ്പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. ഞാനിപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഒരു വിശേഷണം ആഗ്രഹിക്കുന്നില്ല. എന്നാ കാരണം എന്ന് വെച്ചാൽ, ഇപ്പം മാധ്യമപ്രവർത്തനം എല്ലാവരും മാപ്ര എന്ന് വിളിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പം ഞാനിപ്പം വിചാരിക്കുന്ന വെച്ചാൽ ഒരു മലയാളിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ. അതിനകത്ത് മാധ്യമപ്രവർത്തനത്തിൻ്റെയോ മറ്റ് ആവരണങ്ങളൊന്നുമില്ലാതെ, അതായത് ഒരു ശരാശരി മലയാളി ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിനെ കാണുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം ആൾക്കാരെ നമ്മുടെ പ്രസംഗങ്ങളോ നമ്മുടെ ഇടപെടലുകളോ ശ്രദ്ധേയമായി തോന്നാൻ കാരണമെന്ന് ഞാൻ വിചാരിക്കുക, അല്ലേ ഹൈബി? അതായത് ഒരു പക്ഷേ മലയാളി MP മാരെ ഡിസ്റ്റിങ്ക്റ്റായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ഈ വിഷയം എന്ന് പറയുന്നത് അന്തർധാരയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ബാഹ്യധാര തന്നെയാണ് ഉള്ളത്. വെച്ചാൽ ഞങ്ങൾ ഇന്ത്യ അലയൻസ് പാർട്ട്നേഴ്സാണല്ലോ. എന്താ കാരണം എന്ന് വെച്ചാൽ, അതിൽ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. സ്റ്റേറ്റിൽ നമ്മൾ നിരന്തരമായ കലഹത്തിലാണ്. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എഗെയിൻ, ബൈ ആൻഡ് ലാർജ് ദ കൺട്രി നീഡ്സ് എ ഡെമോക്രാറ്റിക്കൽ സെക്യുലർ ഫോഴ്സ് ആസ് ആൻ ഓപ്പോസിഷൻ. ആ ഒരു സ്പേസിലേക്ക് നമുക്കൊരു പക്ഷേ നമ്മുടെ അഭിപ്രായ ഭിന്നതകൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ കേരളത്തിൽ നിന്നുള്ള MP മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നയിക്കുന്ന ആശയങ്ങളും ഉന്നയിക്കുന്ന വിഷയങ്ങളും
വളരെ സത്യസന്ധമായി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രാദേശികമായ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് മാറ്റി നിർത്തിയാൽ ഒരു സെക്യുലർ ഫോഴ്സായിട്ട് ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ളതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് ഈ ഇതുവരെയുള്ള ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി SIR അടക്കമുള്ള വിഷയങ്ങൾ വരെയുള്ള വിഷയങ്ങളിൽ അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് എനിക്ക് പൊതുവായൊരു നന്മയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നാറുണ്ട്. അതെ അതെ, അത് കേരള MP-മാർ ഒറ്റക്കെട്ടായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഞാൻ ബ്രിട്ടാസിനെ ഒന്നും കൂടെ ഒന്ന് കുഴപ്പിച്ച് ചോദിച്ചോട്ടെ. അതെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് തുടക്കമാണ്. പുള്ളി ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ചോദ്യം കേൾക്കുകയാണ്. അല്ല, കട്ടിപ്പുള്ള ചോദ്യങ്ങൾ വരട്ടെ ടോണി, എന്താ കാരണം വെച്ചാൽ അതാ വേണ്ടത്. അല്ല, അത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഡൽഹിയിലെ ബ്രിട്ടാസ് ആരാണ് എന്ന് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം, നിങ്ങളൊരു പാലമാണ് എന്നൊരു ഒരു കഥ ഉണ്ട്. അതായത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ളൊരു പാലമാണ്. കേരള മുഖ്യമന്ത്രിയും അവിടെയുള്ള BJP-യുടെ നേതാക്കളും കേന്ദ്ര സർക്കാരിലെ നേതാക്കളും തമ്മിലുള്ളൊരു പാലമാണ്. അങ്ങനെ ഒരു പാലം ഉണ്ടോ? ഈ പാലത്തിൽ കൂടെ നടന്നാൽ എവിടം വരെ എത്തും? എന്താണ് ആ പാലത്തിൻ്റെ ഒരു ലെങ്ത് എത്രത്തോളമാണ്? ഇക്കാര്യം കേരള മുഖ്യമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും അറിയാമോ? എനിക്ക് സംശയമുണ്ടെന്ന്. കാരണം വെച്ചാൽ എനിക്കൊരു ബലമായ സംശയമുണ്ട്. പക്ഷേ ടോണി പറഞ്ഞത് 50% ഞാൻ അംഗീകരിച്ചു. പാലമാണ്. അതായത് കേരളത്തെ പ്രദാനം ചെയ്യുന്നൊരു MP 100% കേരളവും ഡൽഹിയും തമ്മിലുള്ളൊരു പാലമാണ്. ടോണിക്ക് എഴുതിയ പരിചയമുള്ളൂ, ചോദിച്ച വലിയ പരിചയമില്ല. ചോദിച്ച ആള് ബ്രിട്ടാസുമാണ്. ആക്ച്വലി അങ്ങനെ ഒരു പാലം നല്ലതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ മാറിക്കിട്ടും. പക്ഷെ കൃത്യമായി പുള്ളി ചോദിച്ച ചോദ്യം മനസ്സിലായി. അതാണ് പുള്ളി മനസ്സിലായത്, നമുക്കും മനസ്സിലായി. അല്ല, എന്താ കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുക, അത് നേടിയെടുക്കുക. പിന്നെ അതിൽ ഒരുപാട് തലമുണ്ട്. എന്താ കാരണം വെച്ചാൽ എല്ലാം ഹൈബിക്ക് അറിയാം. ഹൈബി നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു വ്യക്തിയാണ്. ഞാൻ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നെ പറയാം. എന്നുവെച്ചാൽ അവിടെ എല്ലാം സംഘർഷത്തിലാണ് നമ്മൾ നേടിയെടുക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളിൽ ബോധ്യപ്പെടുത്തണം, ചിലപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും എൻ്റെ ടോണി നല്ല അഭിനയ സിദ്ധി ഉണ്ടെങ്കിൽ ഡൽഹിയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു സംശയവും വേണ്ടതില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർലമെൻറ്റിൽ ഇടപെടൽ നടത്തുമ്പോൾ ഭയങ്കര കർക്കശമായ രീതിയിലാണ് നമ്മൾ പ്രതിപാദനം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഗുണപരമായിട്ടുള്ള പ്രതികരണം കിട്ടണമെന്നില്ല. മറിച്ച് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട്, ഹ്യൂമറസ് ആയിട്ട്, സർക്കാസ്റ്റിക് ആയിട്ട് ഒക്കെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ കുറേം കൂടി നല്ലൊരു പോസിറ്റീവ് പ്രതികരണം കിട്ടും. പിന്നെ ഞാനൊരു പാലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ ന്യായമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ ഒരു പാലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബ്രിട്ടാസിനെ പിടിക്കാൻ കിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഞങ്ങൾ ഒഫൻഡഡ് ആവില്ലല്ലോ അല്ലേ? ഞാൻ തുറന്നു ചോദിക്കാമല്ലോ. ടോണി എന്ത് വേണമെങ്കിലും ചോദിച്ചു. പക്ഷേ എന്നോട് ചോദിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഹൈബിയോടും കൂടെ ചോദിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു അന്തർധാര ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയും. അതായത് ഇപ്പൊ ഇന്നലെ മമ്മൂട്ടി ഇവിടെ വന്നപ്പോൾ രമേശ് പിഷാരടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി എവിടെ പോയാലും രമേശ് പിഷാരടി കൂടെയുണ്ട്. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ്, തമാശയായിട്ട് പറഞ്ഞാണ്, നേരത്തെ സർക്കാസം എന്ന് പറഞ്ഞതുകൊണ്ട് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാണ്, പിണറായി വിജയൻ്റെ രമേശ് പിഷാരടിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞു. എത്രത്തോളം എന്താണ് നിങ്ങളും പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പം? ഭയങ്കര അടുപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങിയത് കണ്ണൂരിൽ നിന്നാണ്. അന്ന് ദേശാഭിമാനിയുടെ ജില്ലാ ലേഖനായിരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ അവിടെ CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഒരു ദേശാഭിമാനിയുടെ ലേഖനും ഒരു ജില്ലാ സെക്രട്ടറിയും, അത് കണ്ണൂർ പോലുള്ളൊരു ജില്ലയിൽ എത്രത്തോളം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം ഞാനും തമ്മിലുള്ള ബന്ധം തുടരുകയും പല രൂപത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ CPM എന്നുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിവൃത്തത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളിൽ ഒരാളായി ഞാൻ പ്രവർത്തിച്ചു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം. ഇപ്പം ഞാൻ MP ആണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിലും ഞാനില്ല. ഒരു യാത്രയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാറില്ല. അപ്പം ഓരോ സമയത്തിൽ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന
ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. അതിലിപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഒരു വലിയൊരു എന്താ പറയുക, എനിക്ക് കിട്ടണ ഒരു അംഗീകാരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയണം. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രാഗൽഭ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മളെ കൂടി യഥാർത്ഥത്തിൽ ഗ്രൂം ചെയ്യാൻ സഹായിക്കും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവിൻ്റെ മകനാണ് ഹൈബി എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഹൈബി ഒരുപക്ഷെ ഒരു സർവകലാശാലയിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളല്ല, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭാവത്തിലാണ് ഹൈബി യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് പിച്ച് വെച്ചത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. പക്ഷേ എങ്കിൽ പോലും ഇതുപോലുള്ള മഹത് വ്യക്തികളുമായിട്ട് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനൊരു ഭാഗ്യം എനിക്ക് ഇപ്പം മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു, മമ്മൂട്ടിയായിട്ട് ഞാൻ ടോണി ഒരു സത്യം, ഒരു രഹസ്യം വെളിപ്പെടുത്താം. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഞാനും മമ്മൂട്ടിയും തമ്മിൽ ഒരു കാര്യത്തിലും തെറ്റിട്ടില്ല. അത് അത്ഭുതമായിരിക്കും, റെക്കോർഡായിരിക്കും. ഹൈബി ശരിയാണോ? വിശ്വസിക്കുമോ നീ? വിശ്വസിക്കും, അത് ഞാൻ വിശ്വസിക്കും. കാരണം അത്ര തെറ്റാൻ പറ്റിയ ഒരാളല്ല പുള്ളി. തെറ്റാൻ പറ്റിയാൽ പുള്ളിയുടെ ഒരു മുഖഭാവത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. സാധാരണയിൽ മമ്മൂക്ക അല്പം മുൻശുണ്ടിയുള്ള ആളാണ്, പലരുമായിട്ടും വഴക്കുണ്ടാക്കും എന്നൊക്കെ അദ്ദേഹം തന്നെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലും ഒരു ദിവസേന എന്നോണം ഞങ്ങൾ സംസാരിക്കും. ടോണിക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണ് CM ഇദ്ദേഹത്തെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ദൗത്യങ്ങൾക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസിനെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിനുള്ളത് കൊണ്ടിട്ടാണ്. പക്ഷെ ഞാൻ ഇക്കാര്യങ്ങളിൽ കുറേം കൂടി ഒരു സ്പഷ്ടത വരുത്തിയത് ഈ ഹൈബിയെ കണ്ട ശേഷമാണ്. ഉള്ള കാര്യം പറയാം. അതായത് ഇതിൽ ഞാൻ ഗ്രാജുവേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയത് ഈ ഹൈബിയിൽ നിന്ന് പഠിച്ചിട്ടാണ്. നമ്മൾ ഇല്ലില്ല, ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരിലുള്ള നല്ലത് പോസിറ്റീവ്സ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളിൽ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. ഒരാളിലൊരു സ്കില്ലുണ്ടാവും, ആ സ്കില്ല് നമ്മൾ എടുക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടാസിൻ്റെ ഒരു പ്രസൻസ്, കാരണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നമ്പർ നമുക്കറിയാം. UPA 1 ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു നമ്പറിൽ നിന്ന് ഭയങ്കരമായിട്ട് ചുരുങ്ങിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ആളുടെ എണ്ണം കുറവാണെങ്കിലും ആസ് ആൻ ഓർഗനൈസേഷൻ CPMൻ്റെ പ്രസൻസ് കാണിക്കുന്നത് വളരെ ചുരുക്കം ചില ആളുകളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ അത്രയും പ്രസൻസ് ഇല്ല ആസ് ഇൻ രാജ്യസഭ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് ഹീസ് ഡൂയിങ് എ ഗുഡ് ജോബ് എന്നുള്ളതാണല്ലോ. ഡെഫിനറ്റ്ലി ബ്രിട്ടാസ് ഡൂയിങ് എ ഗുഡ് ജോബ് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. നിങ്ങൾ ഉഗ്രം പ്രാസംഗികനാണ്, അത് സംശയമേ ഇല്ല. CPMൽ ഗംഭീരമായിട്ടുള്ള പ്രാസംഗികർ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നവരിൽ ഏറ്റവും അല്ലേ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളത് ആസ് എ പാർട്ടി ഇവർക്ക് ടൈം കിട്ടും. അപ്പോൾ നമ്മൾക്ക് 100 MP ഉണ്ടെങ്കിൽ 100 MP നിന്ന് ഓരോ മിനിറ്റ് അടർത്തി തരുമ്പോൾ ഒരു പ്രസംഗത്തിന് കിട്ടുമ്പോൾ അവർക്ക് എല്ലാ വിഷയങ്ങളിലും സംസാരിക്കാനുള്ള ഒരു ഫ്രീ സ്പേസ് സ്വാഭാവികമായിട്ടും ലഭിക്കും. അത് നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഒരാളാണ് ബ്രിട്ടാസ്. അത് എവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ മീഡിയ സെൻസ് ഉള്ളത്, അതിൻ്റെ വെയർ ടു ഹിറ്റ് എന്നുള്ളത് പുള്ളിയുടെ മുന്നാ പ്രയോഗത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അല്ല, പക്ഷേ ടോണി എന്ന കാരണം എന്ന് വെച്ചാൽ അതിൽ ഹൈബി പറയുന്നത് ശരിയാണെങ്കിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് സമയം വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് 1 മണിക്കൂർ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് 3 മിനിറ്റ് 4 മിനിറ്റ്. ഇല്ല, പക്ഷേ എല്ലാത്തിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. 4-5 പേരുണ്ട്. ഹൈബി, ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പം പക്ഷേ ഒരു കാര്യം ഹൈബി പറഞ്ഞ് കറക്റ്റാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ നന്നായി ഹോംവർക്ക് ചെയ്താൽ, നന്നായി ഗ്രഹപാഠം ചെയ്ത് നമ്മളൊരു കാര്യം പാർലമെൻറ്റിൽ പറയുകയാണെങ്കിൽ, ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന് പിന്നിലുള്ള ഗ്രഹപാഠത്തെക്കുറിച്ച് അറിവുണ്ടാവില്ല. ഒരു ഉപചോദ്യം ചോദിക്കാൻ പോലും നമ്മൾ എത്രത്തോളം ഗ്രഹപാഠം ചെയ്യണം. പക്ഷെ ഗ്രഹപാഠം ചെയ്ത് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ, അതും നല്ല സംവേദന രൂപത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാഷാ പ്രയോഗവും ശൈലിയും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ നേരത്തെ ഹൈബി പറഞ്ഞ പോലെ ഹിന്ദിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്, നമ്മളില്ലാന്ന് പറയരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടണേ. അതല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ട്രഷറി ബെഞ്ചിൽ ഒരു മന്ത്രി ഒന്ന് തോണ്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഹിന്ദി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രയോഗങ്ങൾ നടത്തണം. പക്ഷേ
ഗ്രഹപാഠവും അതുപോലെ അവതരണത്തിലെ ഒരു പ്രത്യേകതയും സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനത്തിന് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉഴപ്പാനാണെങ്കിൽ ഉഴപ്പാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉഴപ്പാൻ പറ്റുന്നൊരു സ്ഥലമാണ് പാർലമെൻറ്റ് വേണമെങ്കിൽ. ഇത് നമ്മുടെ കോളേജിലൊക്കെയുള്ള ഇവിടെയൊക്കെയുള്ള കോളേജ് പോലെ തന്നെ വേണമെങ്കിൽ ഉഴപ്പാം. പക്ഷേ ഏറ്റവും നന്നായിട്ട് വേണമെങ്കിൽ ഗ്രഹപാഠം ചെയ്ത് വേണമെങ്കിൽ നമുക്കവിടെ പ്രവർത്തിക്കാനും പറ്റും. ഏത് വേണമെന്നുള്ളത് അവിടെ പോകുന്ന എം പിമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, അത് ഉഴപ്പുന്ന എം പിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ വളരെ സ്റ്റഡീഡായിട്ടും എഫക്റ്റീവായിട്ടും ആർഗ്യൂ ചെയ്യുന്ന എം പിമാരെയും കണ്ടിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. ഈ നമ്മൾ പിണറായി വിജയനിൽ നിന്നാണ് തുടങ്ങിയത്. അതൊന്ന് പതുക്കെ മമ്മൂട്ടിയിലേക്ക് മാറ്റി അത് വഴിതിരിച്ചു വിട്ടു. പോട്ടെ, പിണറായി വിജയനെ കുറിച്ച് ഇത്ര അപ് ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ലേ, എന്തെങ്കിലും ഒരു രഹസ്യം പറയാമോ ഞങ്ങൾക്ക് അറിയാത്തത്? മൂപ്പരെ കുറിച്ച് ഇപ്പോൾ രഹസ്യമുണ്ട്, എല്ലാം പുറത്തല്ല കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ. പക്ഷേ മൂപ്പറൊരു രീതി എന്ന് വെച്ചാൽ മൂപ്പർ ഈ കർക്കശക്കാരനാണെന്നൊരു കാര്യം പലപ്പോഴും ആൾക്കാർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ പുള്ളിയുടെ ഞാനെപ്പോഴും പുള്ളിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മൂപ്പറുടെ കാർക്കശ് എന്ന് പറയുന്ന മൂപ്പറുടെ നിലപാടുകളിലാണ്, പെരുമാറ്റങ്ങളിലല്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാർ കൺഫ്യൂസ്ഡാണ്. പുള്ളി ഭയങ്കര പരുഷമായിട്ട് പരുക്കനായിട്ട് പെരുമാറുന്നത് ആ പെരുമാറ്റത്തിലാണോ? അല്ല, നിലപാടില്ല. പുള്ളി ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കും. ഇപ്പോൾ ഹൈബിയോടൊക്കെ എത്ര സ്നേഹത്തിലാണ്. എനിക്ക് നേരെ ടോണി ചോദിച്ച ചോദ്യത്തിനോട് എനിക്കുള്ളത്, എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്റ്റേജിലിരുന്ന് പുള്ളി കമൻ്റ് ചെയ്യും, അത് വളരെ രഹസ്യമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു ഹ്യൂമർ സെൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ആൾ ഇങ്ങനെ നീട്ടിയാൽ അല്ലെങ്കിൽ അതിൽ ഒരു ആവശ്യമില്ലാത്ത പുകഴ്ത്തലൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി അത് നിർത്തിപ്പിക്കാറുമുണ്ട്. പക്ഷെ എന്നാൽ സ്റ്റേജിലിരുന്ന് പുള്ളി പല സന്ദർഭങ്ങളിലും പ്രാസംഗികരെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും ഒക്കെ കമൻ്റ് ചെയ്യുന്നത് ഒരു 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 പ്രത്യേകതയാണ്, നമ്മൾ കാണാത്തൊരു കാര്യമാണത്. അത് രസമുള്ളൊരു കാര്യമായിരുന്നു. മറ്റൊരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് രഹസ്യമാണ്, ഈ രഹസ്യവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഏത് രഹസ്യവും മൂപ്പരോട് പറയാം, മൂപ്പർ ആരോടും പറയില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. അത് ഹൈബിയുടെ പാർട്ടിയിലുള്ളവരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇപ്പം നമ്മൾ മൂപ്പരെടുത്തൊരു കാര്യം കോൺഫിഡൻഷ്യലായിട്ട് ഇതാണ് CM, ഇതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് മൂപ്പരുടെ ഒരു നൈമിഷിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല, ഒരിക്കലും ഉപയോഗിക്കില്ല. അതെന്നോട് ഏറ്റവും കൂടുതൽ എനിക്കനുഭവമുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും പല സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല, ഇതൊരു ഞങ്ങൾക്ക് അല്പം ഡെലിക്കേറ്റ് ആയിട്ടൊരു വിഷയമാണ്, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, ഇത് നമുക്കിടയിൽ മാത്രം. അത്തരത്തിലുള്ള ഒരു ഒരു ഓണസ്റ്റി അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പണ്ടൊക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി ഈ അടുത്ത കാലത്തായിട്ട് നേർത്തില്ലാതായി. നമുക്ക് കൈ കിട്ടണ ഒരു സാധനം താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് ആ ഒരു ക്വാളിറ്റി കൈമോശം വന്ന് പോകുന്നു എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയാം, സ്വയം പ്രശ്നാത്മകമായിട്ട് തന്നെ പറയാം. ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ ദൈനംദിന രാഷ്ട്രീയത്തിൽ അങ്ങ് ഇടപെടുമ്പോൾ എനിക്കൊരു ചെറിയൊരു വല്ലായ്മയുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ നിലവാരം അങ്ങ് തീരെ താഴേക്ക് പോവുകയാണോ എന്നൊരു സന്ദേഹം എനിക്കുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഹൈബിക്ക് ഉണ്ടാവില്ലേ? ഇല്ലേ? അത് മിണ്ടില്ല, കള്ളനായ കണ്ട മിണ്ടുന്നില്ല. അതാണ് വേറൊരു സെഷനുള്ള വിഷയമാണ്. അത് നമുക്ക് കേരളത്തിൽ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കേരള പെർസ്പെക്റ്റീവിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഷയങ്ങളും പൊളിറ്റിക്കലാണ്. പാൻ ഇന്ത്യ നോക്കുമ്പോൾ അങ്ങനെയല്ല. അതിൽ വലിയ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി വിശാലമായി കാണേണ്ട ചില കാര്യങ്ങളാണെന്ന് പറയും. പക്ഷേ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എവറിത്തിങ് ഈസ് എ പൊളിറ്റിക്കൽ ഡിബേറ്റ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ബ്രിട്ടാസ് ഒരു രാജ്യസഭ എന്നൊരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനിപ്പോൾ MLA ആയിരുന്ന ഒരാളാണ് 2 തവണ. അപ്പോൾ അതിൻ്റെ ടേഫ് വേറെയാണ്. ഞാൻ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേഫ് വേറെയാണ്. അത് പറഞ്ഞതിൽ കൃത്യമാണത്.
ഓക്കെ, ഈ ഡിബേറ്റിനെ കുറിച്ച് ഹൈബി പറഞ്ഞു, ബ്രിട്ടാസും പറഞ്ഞല്ലോ. അപ്പം ഈ കേരളത്തിലെ രാഷ്ട്രീയ ഡിബേറ്റ് നമുക്ക് വേറൊരു സെഷനിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഈ പാർലമെൻ്ററി ഡിബേറ്റ് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടോ? ഇപ്പം നെഹ്റുവിൻ്റെ കാലത്ത് AKG പ്രസംഗിക്കുമ്പോൾ നെഹ്റു കസേരയിൽ നിന്ന് അനങ്ങില്ലായിരുന്നു, AKGക്ക് കൂടുതൽ സമയം കൊടുക്കുമെന്ന് നെഹ്റു സ്പീക്കറോട് പറയുമായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് നമ്മൾ ഈവൻ വാജ്പേയിയുടെ കാലത്ത് പോലും ഈ പാർലമെൻ്ററി ഡിബേറ്റിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പക്ഷേ അതൊക്കെ പോയി പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇരിക്കുന്നത് തന്നെ ഇല്ല എന്ന സംശയം ഞങ്ങൾ പറയുന്നത് കേൾക്കാനില്ല. ഹൈബിക്ക് അറിയാം. ഈ ആർഗ്യുമെൻറ്റ്സ് വയ്ക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു മാന്യത വിടുന്നു. ഈ പാർലമെൻ്ററി ഡിബേറ്റിന് എന്താണ് സംഭവിച്ചത്? ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഈ പാർലമെൻറ്റ് കുറേ കാലമായിട്ട് സൂക്ഷ്മമായിട്ട് അകത്തും പുറത്തുമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് ഹൈബിയേക്കാളും കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ പറ്റും. എന്ന് കാരണം വെച്ചാൽ ഈ 80കളുടെ അവസാനം മുതൽ പാർലമെൻറ്റ് കണ്ടിരുന്ന ആളാണ്. പാർലമെൻറ്റ് കണ്ടിരുന്നു എന്ന് പറഞ്ഞത് പാർലമെൻറ്റ് കവർ ചെയ്യുന്നൊരു മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ ഈ വാജ്പേയി, മദ്വാനി, മധുദന്തപതിയും, സോംനാഥ് ചാറ്റർജിയും, ഇന്ദ്രജിത് ഗുപ്തയും, ചന്ദ്രശേഖറും, അങ്ങനെ വലിയൊരു നിര, ജോർജ് ഫെർണാണ്ടസൊക്കെ നിറഞ്ഞ് കളിച്ച ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഈ പാർലമെൻറ്റ് എവിടേക്ക് എത്തി? അഗാധ ഗർത്തത്തിൽ. ഇപ്പോൾ പഴയ ഡോക്യുമെൻറ്റ്സൊക്കെ ടോണി പറഞ്ഞ പോലെ പരിശോധിക്കുകയാണെങ്കിൽ നെഹ്റുവിൻ്റെ ചില കമൻറ്റുകളുണ്ട്. അതായത്, ഹേയ്, പ്രതിപക്ഷത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ സംസാരിക്കാൻ സമയം കൊടുക്കൂ സ്പീക്കർ എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം? എൻ്റെ പാർട്ടിയിലുള്ളവർ സ്വാഭാവികമായിട്ടും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ എനിക്ക് പ്രതിപക്ഷത്തുള്ള ആൾക്കാർ പറയുന്നത് കൂടുതൽ കേൾക്കണം എന്ന് പറഞ്ഞ് സ്പീക്കറോട് അഭ്യർത്ഥിച്ച് പ്രതിപക്ഷ അംഗങ്ങൾക്ക് കൂടുതൽ സമയം വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മുംബൈ മറ്റേ കന്യാകുമാരി നാഷണൽ ഹൈവേക്കാലും ദൈർഘ്യമുള്ള ഒരു പാതയായി മാറി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി പാർലമെൻറ്റ് ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? പ്രധാനമന്ത്രിയുടെ വകുപ്പുകൾ പോലും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറല്ല പാർലമെൻറ്റിൽ. ഏതെങ്കിലും സഹമന്ത്രി മാത്രമേ മറുപടി പറയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചർച്ച ഒഴിവാക്കുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഈ 80കളുടെ അന്ത്യത്തിലൊക്കെ അന്ന് 4/3 ഭൂരിപക്ഷത്തിന് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുന്നൊരു സമയമാണ്. ഇപ്പം ലോകസഭയിലൊക്കെ, പഴയ ലോകസഭയിലെ ആ പച്ച വിധാനം മുഴുവൻ ആ മൂലയിൽ ഒരു കോണിൽ മാത്രമേ ഉള്ളൂ. ആ കോണിലുണ്ടായിരുന്ന ആരൊക്കെയാണ്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉണ്ണികൃഷ്ണൻ, സോംനാഥ് ചാറ്റർജി, ഇന്ദ്രജിത് ഗുപ്ത, മധുദന്തപതി. പക്ഷേ ആ ഒരു പ്രതിപക്ഷത്തിന് എത്ര അംഗീകാരമാണ് അന്ന് ആ പാർലമെൻറ്റിൽ കിട്ടിയിരുന്നത്. ഈ ബൊഫോഴ്സ് കുംഭകോണം ഉൾപ്പെടെയൊക്കെ എത്രയോ വിഷയങ്ങൾ ആൾക്കാർ ഉയർത്തിയിട്ടുണ്ട്. ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയൊക്കെ രൂപീകരിക്കപ്പെട്ടു വന്നു. പക്ഷെ ഇന്ന് പ്രതിപക്ഷം അതിനേക്കാൾ വലുതായിട്ട് പോലും ആ പ്രതിപക്ഷത്തിനൊരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാർലമെൻ്ററി ജനാധിപത്യം എനിക്ക് തോന്നുന്നൊരു ജഡാവസ്ഥയിലേക്ക് പ്രവേശിച്ചു എന്ന് ഒരു MP എന്ന നിലയിൽ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിൽ പോലും ഈ ഒരു 4 പതിറ്റാണ്ട് കാലം പാർലമെൻറ്റ് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ രൂഢമൂലമായി വരുന്ന ഒരു സന്ദേഹം അതാണ്. അല്ലത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയിലുണ്ടായ വ്യതിയാനം എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ പറഞ്ഞതുപോലെ പണ്ഡിറ്റ് നെഹ്റു ശങ്കറിനോട് പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്ന് പറഞ്ഞ കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ അടുത്ത് വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സുഷമ സ്വരാജ് ഒരു ഷേർ ഷായരി പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് മൻമോഹൻ സിംഗിനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. മൻമോഹൻ സിംഗും അതേ രീതിയിൽ ഒരു കവിത ചൊല്ലി മറുപടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വാജ്പേയി ഈ സെൻട്രൽ ഹാളിൽ വെച്ച ചിത്രങ്ങളെക്കുറിച്ച് നടത്തിയ ഒരു വലിയ പ്രസംഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കലി ജയൻസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ലീഡേഴ്സ് എത്ര അക്കോമഡേറ്റീവ് ആയിരുന്നു. ഈ ഐവർ ജെന്നിങ്സ് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഓപ്പോസിഷൻ ഹാസ് എൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് റോൾ. ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് ഓപ്പോസിഷൻ ലീഡറിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വളരെ സങ്കുചിതമായ ബില്ലുകൾ പാസ്സാക്കുന്നത് മുതൽ ഡിബേറ്റ്സിൻ്റെ ക്വാളിറ്റി, ഈ പറയുന്ന ഒരു പാർലമെൻറ്റേറിയൻ എത്ര സമയം ആ പാർലമെൻറ്റിൽ ചെലവഴിക്കുന്നു, ജസ്റ്റ് സീ ദ നമ്പർ ഓഫ് ഡേയ്സ്, എത്ര ദിവസം പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ വിൻ്റർ സെഷൻ 1 മുതൽ 19 വരെയാണ്, 2 ആഴ്ചയേ ഉള്ളൂ. സാധാരണ 1.5 മാസം ഉണ്ടാകുന്ന വിൻ്റർ സെഷനാണ്.
അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ചുരുങ്ങുന്നത് പോലെ തന്നെ ഇപ്പോൾ ബിൽസ് മാത്രമല്ലല്ലോ, ഗവൺമെൻറ് ബിസിനസ് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട, രാജ്യവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് അത് വ്യക്തിപരമായും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്കും മാറുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്തൊരു മനോഹരമായ പ്രസംഗങ്ങളായിരുന്നു പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മളിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ശരിക്കും പറഞ്ഞത്. ഈ നമ്മൾ കുറച്ച് ഗൗരവം കൂടിപ്പോയെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇതെല്ലാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിശദമായ സെഷനുകൾ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ പാർലമെൻറ്റിൻ്റെ പോക്ക് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒരു ലൈറ്റർ സൈഡിലേക്ക് വരട്ടെ. നമ്മൾ പിണറായിയെക്കുറിച്ച് പറഞ്ഞു, മോദിയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ചോദിക്കാതെ വയ്യ, പ്രത്യേകിച്ചും ബ്രിട്ടാസിനോട്. കാരണം നിങ്ങൾ ഇവിടുന്ന് പോയാൽ അവിടെ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഹൈബി മുദ്രാവാക്യം വിളിച്ചു തരുന്ന കണ്ടു, ബ്രിട്ടാസ് അത് ഏറ്റുചൊല്ലുന്നു, രാഹുൽ ഗാന്ധിയും ബ്രിട്ടാസും ഒക്കെ അത് ഒരുമിച്ച് ഏറ്റുചൊല്ലുന്നു ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ബ്രിട്ടാസിൻ്റെ അഭിപ്രായം, ഒരു അപ്രീസിയേഷൻ ഒരു ചെറിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ പ്രശ്നമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത് നാളെ പത്രത്തിൽ അച്ചടിച്ച് വരില്ല, ഇത് ടി വിയിലും വരില്ല. സത്യസന്ധമായി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ എന്ത് പറയണമെന്നാണ് പിന്നെ ഈ ചർച്ചയുടെ ഗതി ഇവിടെ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ സത്യസന്ധമായി പറയാം, എനിക്ക് വലിയ സൗഹൃദമുള്ളൊരു നേതാവൊന്നുമല്ല. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൗഹൃദം വളരെ പിശുക്കി ഉപയോഗിക്കുന്ന ആളാണ്. അത് ഒരുപക്ഷെ ഹൈബിക്കൊക്കെ മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും ഞാനൊരു പാർട്ടിയുടെ ഒരു ലീഡർ എന്നുള്ളൊരു പദവി ഉള്ളതുകൊണ്ട് പലപ്പോഴും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപക്ഷെ ഞാനിപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു നേതാവിനെ അളക്കാനോ വിലയിരുത്താനോ അതിനുള്ളൊരു അധികാരമുള്ള ആളല്ല, അതിനുള്ളൊരു പ്രാഗൽഭ്യമുള്ള ആളല്ല. പക്ഷെ പൊതുവെ ഒരു ഇമ്പ്രഷനാണ്, ആ ഇമ്പ്രഷൻ മാത്രം ഷെയർ ചെയ്യും. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയെപ്പോലെ റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു ലീഡറെ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എബിലിറ്റി രാഹുലിനുണ്ടോ എന്നുള്ളൊരു സന്ദേഹമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പോരായ്മയായിട്ട് ഞാൻ പറയില്ല. ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മയായിട്ടോ പ്രത്യേകതയായിട്ടോ ഞാൻ ചൂണ്ടിക്കാണും. ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ കുറേം കൂടി അദ്ദേഹം ഓർഗനൈസേഷണലി കോൺഗ്രസ്സിനെ, ഇപ്പോൾ ഇത് എൻ്റെ പാർട്ടിക്ക് ബാധകമാണ്, ഞാൻ വേറെ പാർട്ടിയെക്കുറിച്ച് ഒരു ഉപദേശം കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള അറിയില്ല. പക്ഷേ ഇത് ടോണി നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് കൊണ്ടാണ്. കുറേം കൂടി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപക്ഷെ ഇവിടെ പറയുമ്പോൾ ഞാനൊരു CPM-ൻ്റെ പ്രതിനിധി അല്ലാത്ത രീതിയിൽ ഞാൻ പറയാം. എന്താ കാരണം വെച്ചാൽ ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയാം. കുറേ കൂടി ആ സംഘടനയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുക, കുറേ കൂടി സ്ട്രീം ലൈൻ ചെയ്യുക, കുറേ കൂടി ആശയപരമായിട്ട് ഒരു പടച്ചട്ട അണിയിക്കുക, അതിനുള്ള ഒരു പ്രാപ്തി അദ്ദേഹത്തിനുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഉരുത്തിരിയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് മോഡിനെ കാണുന്ന ഒരു വലിയൊരു കൊളോസസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ രാഹുലിനെ എപ്പോഴും കാണുന്നത് പലപ്പോഴും വാസലേറ്റ് ചെയ്യുന്ന വോളട്ടൈലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പക്ഷെ മാധ്യമങ്ങൾ ടൈപ്പ് ചെയ്യുന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചില രീതികളിൽ ചിലപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ മാത്രം അതിൽ പുള്ളിയായിട്ട് യോജിക്കുന്നത്, മോദി ഒരു റൂത്ത്ലെസ് ലീഡറാണ് എന്ന് പറഞ്ഞതിൽ മാത്രം. കാരണം ഞാൻ രാഹുലിനെ ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണ്. കാരണം നരേന്ദ്രമോദിയെ വെല്ലാൻ നരേന്ദ്രമോദിയോളം റൂത്ത്ലെസ് ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് നിരന്തരമായി സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണെങ്കിലും, അദ്ദേഹം മുൻകാലങ്ങളിൽ സവർക്കർക്കെതിരെയാണെങ്കിലും മോദിക്കെതിരെയാണെങ്കിലും ഈ കാലഘട്ടത്തിലെ സംഘപരിവാർ RSS ശക്തികൾക്കെതിരെ നിരന്തരമായി പോരാടുന്ന ഒരു ഐക്കണാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചേരുവകളിൽ കുറവ് തോന്നിയേക്കാം.
ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ബ്രിട്ടാസിൻ്റെ ഒരു കമൻ്റ് ആയിരിക്കില്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. കാരണം സീതാറാം യെച്ചൂരിയുമായി ഏറ്റവും ഹൃദ്യമായ ബന്ധം, ഒരുപാട് തമാശകൾ പറയുന്നത് ഞാൻ പാർലമെൻറ്റിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന, ഒരുപക്ഷെ നേരത്തെ ഈ പാലങ്ങളുടെ പ്രശ്നം നേരത്തെ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണി അവിടെ മിസ്സിങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഒരാളെ, ഇപ്പം എനിക്ക് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആളെ, പാർലമെൻറ്റിൽ വന്ന ജോൺ ബ്രിട്ടാസിന് മുമ്പ് എനിക്ക് ജോൺ ബ്രിട്ടാസിനെ കുറിച്ചിട്ടുള്ളൊരു ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ഇമേജ്. ജോൺ ബ്രിട്ടാസിനെ അടുത്ത് ഒരു പാർലമെൻറ്റേറിയനായിട്ട് അറിയുമ്പോൾ, ഒരു സുഹൃത്തായിട്ട് അറിയുമ്പോൾ എനിക്കൊരു വേറെ ഇമേജാണ്. ലൈക്ക് വൈസ് ആയിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണൽ ഫാസിസ്റ്റ് ഫോഴ്സസിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ, അതിൽ ഭയമില്ലാതെ സ്വീകരിക്കാൻ പല ആളുകളും മുൻപ് ഉന്നയിച്ച നിലപാടുകളിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ആ നിലപാടുകളിൽ വളരെ ശക്തമായി ഇന്നും നിലനിൽക്കുന്നു. അത് ഒരു ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഇന്നും ഒരു വലിയ പ്രതീക്ഷയാണ്. ഓക്കെ, ശരിക്കും ഹൈബി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് മുഴുവൻ സീതാറാം യെച്ചൂരി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഒരു കാര്യവും ഞാൻ കൂട്ടിച്ചേർത്തിട്ടുമില്ല, ഒഴിവാക്കിയിട്ടുമില്ല. ഹൈബി ഒരു കാര്യം ചെയ്യണം, ബ്രിട്ടാസിനെ ഒന്ന് ഈ രാഹുലിന്റെ ഇന്നർ സർക്കിളിലേക്ക് കൊണ്ടുവന്ന്, നിങ്ങൾക്കറിയാവുന്ന പോലെ രാഹുലിനെ അറിയാനുള്ള ഒരു അവസരം ബ്രിട്ടാസിനോട് ഒപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പ്രശ്നം തരും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഹൈബിക്ക് പോലും അങ്ങനെ ഇന്നറിലേക്ക് കയറാൻ വേണ്ടി ഹൈബിയുടെ ചില സുഹൃത്തുക്കൾ അനുവദിക്കാറില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ രഹസ്യമായിട്ട്. ഞാൻ പറഞ്ഞെന്താണെന്നുള്ള ഹൈബിക്ക് മനസ്സിലായി, ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി. ഒരു കുശുമ്പ് പറഞ്ഞത് ഞാൻ ബ്രിട്ടാസിന്റെ ഒരു അറിവിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ NSUയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എൻ്റെ ഒരു ദിവസം സെൻട്രൽ ഹാളിൽ, കഴിഞ്ഞ പഴയ സെൻട്രൽ ഹാളിൽ നമ്മുടെ MP-മാരെല്ലാവരും കൂടി ഇരുന്നപ്പോൾ അന്ന് TN പ്രതാപൻ ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചു, ഇങ്ങനെ ഒരു ദൂരെ നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഭക്ഷണം കഴിക്കായിരുന്നു, പറഞ്ഞു ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, പ്രതാപൻ വേഗം തന്നെ പറഞ്ഞു, അത് ഹൈബി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഹൈബിക്കൊരു ജീവിതകാലം മുഴുവൻ ഇനി അടുത്ത ജന്മത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അതിലുള്ള ഫോട്ടോസ് ഹൈബിടയിലുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ നോർത്ത് ഈസ്റ്റിലും നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലും ഇന്ത്യ മുഴുവൻ ഒരു NSU പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഫ്ലൈറ്റിലും ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കുശുമ്പ് ഞാൻ വീഴുന്ന വിചാരിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഉത്തരവ് ഉദ്ദേശിച്ചുള്ളൂ. ഹൈബിക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആകാനുള്ള യോഗ്യതയുള്ള ആളാണെന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. മനസ്സിലായല്ലോ. ഇതിന് തുടർ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് ഒരു രഹസ്യം കൂടി ഇവിടെ വെളിപ്പെട്ടു. അതായത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ ഉള്ള നേതാവാണ് ഇരിക്കുന്നത് എന്നുള്ള രഹസ്യം കൂടെ ഇവിടെ ടോണി, ഒരു തർക്കമില്ല. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചർച്ചയ്ക്കൊരു എരിവും പുളിയും വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ആ 3 പേരും വളരെ സ്നേഹത്തോടു കൂടി ഹൈബിയെ ചേർത്ത് നിർത്തുന്നത് ഞാൻ അസൂയയോടെ ഞാൻ നോക്കിക്കാണാറുണ്ട്. അത് മാത്രമല്ല, പലപ്പോഴും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പ്രിയങ്കയും രാഹുലൊക്കെ ഇങ്ങനെ ഹൈബിയോട് ഇങ്ങനെ കാണിക്കുന്നത് കാണാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഹൈബി ഹിന്ദിയിലൊക്കെ അങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ച് ഒരു KSU ലീഡറിൻ്റെ ഒരു രൂപത്തിലേക്ക് അങ്ങ് ചാടി വരുമ്പോൾ അവർക്കൊരു ഹരം കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അടിവരയിട്ട് പറയാം. ഹൈബിയുടെ എനർജി ഭയങ്കര. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും അത് എൻ്റെ ഇളയ സഹോദരനോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും എന്നും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ ആ സ്നേഹം, ആ വാത്സല്യം എനിക്ക് ടോണി, ഈ നിങ്ങളുടെ ഈ ടൈറ്റിൽ, ഈ ചർച്ചയുടെ ടൈറ്റിൽ കണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി വന്ന ഒരുപാട് പേര് നിരാശരായി പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞത് ഇവരുടെ ടൈറ്റിലിനെ സാധൂകരിക്കുന്ന ഒരു ചർച്ചയാണ് നടന്നത്. അല്ല, അത് കുഴപ്പമില്ല. കാരണം ഈ ഹോർദൂസിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഞാൻ നീ നാം എന്നാണ്.
ഇതിപ്പം നിങ്ങൾ രണ്ടും കൂടെ നാമായി, അതുകൊണ്ട് ഹോർത്തൂസുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് 2025 ഹോർത്തൂസാണ്. 2026 നവംബർ ഡിസംബറിൽ അടുത്ത ഹോർത്തൂസ് ഉണ്ടാവും. അപ്പോഴും നമുക്കിതുപോലെ ഇരിക്കണം. അപ്പം ഹൈബി ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഹൈബി നിയമസഭയിൽ ഇരുന്ന് കൊതി തീരുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകേണ്ടി വന്ന ആളാണ്. തിരിച്ച് നിയമസഭയിലേക്ക് വരുമോ, മന്ത്രിയായിട്ടായിരിക്കുമോ അടുത്ത സെഷനിൽ 26ലെ സെഷനിൽ നമ്മൾ ഇരിക്കുക? ഹൈബി ഞാനത് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഹൈബി നിയമസഭയിലേക്ക് അതിന് പുള്ളി മറുപടി പറയും. ഹൈബി നിയമസഭയിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നാ കാരണം വെച്ചാൽ കേവലം ഒരു MLA ആയിട്ട് നിയമസഭയിൽ ഇരിക്കാനേ പാടില്ല ഹൈബി. മനസ്സിലായില്ലേ പുള്ളി പറഞ്ഞതിന്റെ? ഞാൻ പറഞ്ഞില്ല അതിന് പുള്ളി ഉത്തരം പറയുന്നത്. ഞാൻ പറഞ്ഞില്ല പുള്ളി കാത്തിരിക്കുകയാണ്, ഇങ്ങനെ ചാടി പറയും. ഇത്രയും നേരം മൈക്ക് വേണ്ടാതിരുന്ന ആള് ചാടി പറയുകയാണ്. അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. അല്ലല്ല ബ്രിട്ടാസേ, ഹൈബി സീനിയർ ലീഡറാണ്. ഇയാളെ കണ്ട അല്ലല്ല നമ്മൾ അധികാരത്തിൽ വരില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ ടോണിക്ക്? അത് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞ മീഡിയ മാധ്യമ പ്രവർത്തകരെന്ന് പറയരുതെന്ന് പറയുമ്പോഴും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞ പോലെ അതാണ്. പക്ഷേ അത് ഇപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ എന്തായാലും എന്നെ പാർട്ടി ഇപ്പോൾ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. സഭയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണ്. അതുകൊണ്ട് അതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അതിൽ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നാത്തിടത്തോളം പാർട്ടിക്കും അത് തോന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്രിട്ടാസ് പറഞ്ഞത് പോലെ ആയിരിക്കണം എന്നല്ല, ഒരിക്കലും അങ്ങനെ ആവില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ മന്ത്രിയാവും എന്നുള്ളതല്ല, പക്ഷേ രാഷ്ട്രീയ വ്യതിയാനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോണി, ഇതിനകത്ത് ഞാൻ ഒന്ന് കൂട്ടിച്ചേർക്കാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഹൈബിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ഹൈബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതായത് ഹൈബി ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു ദേശീയ നേതാവിൻ്റെ പരിവേഷമുള്ള ആളാണ് ഹൈബി. ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആളാണ്. 2, ഹൈബിയെ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ നിർത്തിയാൽ ആ പാർട്ടിയിൽ കലാപമായിരിക്കും. സുധാകരൻ, അടൂർ പ്രകാശ്, ശശി തരൂര്, ബെന്നി മെഹനാൻ തുടങ്ങി എനിക്ക് ഒരാശ്വാസമുണ്ട് ഇതില് ഇടയ്ക്ക് ഒരാശ്വാസമുണ്ട്. പുള്ളി ഞാൻ MLA ആവുന്നെങ്കിലും പറഞ്ഞല്ലോ, ഞാൻ ജയിക്കുന്നെങ്കിലും പുള്ളി സമ്മതിച്ചല്ലോ. അതിലൊരു സന്തോഷമുണ്ട്. അതിരിക്കട്ടെ. അപ്പോൾ ബ്രിട്ടാസ്, നിങ്ങൾക്ക് 27 വരെ രാജ്യസഭ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഇടയ്ക്ക് വെച്ചും പോരാമല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ണൂര് പാർട്ടിയുടെ പാർട്ടിയുടെ താല്പര്യമെന്നും എന്നാൽ നിങ്ങളതിന് തയ്യാറായില്ല എന്നും ഒക്കെ ഒരു അഭ്യൂഹം അന്തരീക്ഷത്തിലുണ്ട്. ഞാൻ തയ്യാറല്ല എന്നറിഞ്ഞോ? അങ്ങനെയാണ് അഭ്യൂഹം. എൻ്റെ ഒരു മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ടോണി പുള്ളി ഞാൻ വന്നപ്പോഴേ ബ്രിട്ടാസിനോട് പറഞ്ഞ ഒരു കാര്യം, ബ്രിട്ടാസിന് എന്തൊരു സുഖ ഈ വീടാന്തരം കയറി ഇറങ്ങണ്ട, ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നോക്കണ്ട. പുള്ളി വളരെ സന്തോഷത്തിൽ ഡൽഹിയിൽ ഇരിക്കുകയാണ്. പുള്ളിയെ ഈ ആവശ്യമില്ലാത്ത പുള്ളി പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാൻ നോക്കണ്ട. പുള്ളി ഒരിക്കലും താല്പര്യപ്പെടുന്ന ഒന്നല്ല. വേണമെങ്കിൽ ഒരു ലോക്സഭ ഇലക്ഷനൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള മൂഡിലായിരിക്കും. പക്ഷേ അസംബ്ലി ഫൈറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഒരു കംഫർട്ടബിൾ സ്പേസ്. കാരണം എല്ലാം വെളിപ്പാടകലെ പുള്ളിക്കുണ്ടല്ലോ, ഇൻക്ലൂഡിങ് ദ CM. പുള്ളി എന്തിനാ വെറുതെ പ്രയാസപ്പെട്ട് വരുന്നത്? ഞാൻ എൻ്റെ ഒരു വക്താവായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ ഹൈബി ഏൽപ്പിച്ചിരുന്നതാണ്. ഹൈബി കൃത്യമായിട്ട് ആ ഒരു ദൗത്യം നിർവഹിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഓഡിയൻസ് ചോദ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാൻ തോന്നുന്നു അല്ലേ? 2-3 ചോദ്യങ്ങൾക്ക് സമയമുണ്ട്. മൈക്ക് കൊടുക്കാവോ? ബ്രിട്ടാസ് സാറ് വളരെ ശക്തമായി വാദിച്ച് പാർലമെന്റിൽ ഉന്നയിച്ച ഒരു വിഷയം കേൾക്കുന്നുണ്ടോ സാർ? റെഡിയാണ്. ആ ഒരു വിഷയം പാർലമെന്റിൽ സംസാരിച്ച് കഴിഞ്ഞ് പുറത്തെത്തുമ്പോൾ ഈ ഒരു സൗഹൃദം അവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് ആ വാദിച്ച വിഷയം അത് ശരിയല്ലായിരുന്നു എന്ന് ഒരു പക്ഷേ ഹൈബി സാറ് പറഞ്ഞാൽ അതിനോട് എങ്ങനെയായിരിക്കും ആ സമയത്ത് പ്രതികരിക്കുക? പക്ഷേ ഇവര് തമ്മിൽ തർക്കമില്ലല്ലോ. ഞങ്ങൾ 2 സഭയിലാണ്. അപ്പോൾ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയില്ല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, ഞാൻ രാജ്യസഭയിൽ ഞാൻ സംസാരിക്കുമ്പോൾ BJP ബെഞ്ചുകളിലൊരു മുന്നിരിപ്പുണ്ട് എന്നൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി എഴുന്നേറ്റ് അത് കൗണ്ടർ ചെയ്യും, വലിയ ബഹളമൊക്കെ ആയി. പക്ഷെ ആ സംസാരത്തിന് ശേഷം ഞങ്ങൾ 2 പേരും പുറത്ത് വന്ന് ലോബിയിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ച് സൗഹൃദം പറഞ്ഞ് ലോഹ്യം പറഞ്ഞ് പിരിയുകയാണ് ചെയ്തത്. അതിനുശേഷം കണ്ടപ്പോൾ ഒരു ലോഹ്യത്തിനൊരു കുറവില്ല. അത് ഒരു പക്ഷേ നമ്മൾ ഉള്ളിലിങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പുറത്ത് വന്ന് മൽപ്പിടുത്തം നടത്തണം, സംഘർഷത്തിൽ ഏർപ്പെടണം, വഴക്കുണ്ടാക്കണം, തെറി പറയണം, അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനൊരു സംഭവം
ഞങ്ങളെ സംബന്ധിച്ചെടുത്തില്ല, ഹൈബിയെ സംബന്ധിച്ചെടുത്തില്ലെന്ന് എനിക്ക് അല്ല, എനിക്ക് പലപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണ, നമ്മൾ ഈ ഇപ്പോൾ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറയും, നിയമസഭയിൽ നിന്നും പാർലമെന്റിൽ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ വാക്കൗട്ട് നടത്തി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ വാക്കൗട്ട് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ട് പിന്നെ തിരിച്ച് വന്ന് പാർലമെൻ്ററി പ്രൊസീഡിങ്സിൽ പങ്കെടുക്കും. അതൊരു സിസ്റ്റമാണ്, ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഇത്ര തീവ്രമായി ഡിബേറ്റ് ചെയ്യുന്ന പല ആളുകളും ചിലപ്പോൾ കോഫി ഹൗസിൽ വന്നൊരിക്കൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാറുണ്ട്. പക്ഷെ അത് നിലപാടുകളിൽ വ്യതിയാനമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് വ്യക്തിപരവുമല്ല, ഒരു പരിധി വരെ വ്യക്തിപരമല്ല. ഇപ്പം നിശ്ചിതമായും വിമർശിക്കുന്ന ഒരു മന്ത്രിയെ ആ ചോദ്യോത്തരവേള കഴിഞ്ഞാൽ നമ്മൾ നേരെ ഒരു നിവേദനമായിട്ട് മൂപ്പറുടെ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. അതായത് പ്രഥമ ദൃഷ്ടിയ അകൽസയിലല്ല. ഒരു ചോദ്യം കൂടെ എടുക്കാൻ തോന്നുന്നു, കാരണം സമയമായില്ലേ, അശരത് സമയം. ഒരു ചോദ്യം, ലാസ്റ്റ് ചോദ്യം. ബ്രിട്ടാസ് സാറിന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ 4 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചുരുക്കണേ. ചുരുക്കാം. ഐ ആം ജോസ് ചെതലൻ ഫ്രം ചാലക്കുടി. 70+ ആയ ഒരു സീനിയർ സിറ്റിസൺ ആണ് ഞാൻ. കണ്ടാ തോന്നില്ല കേട്ടാ. കണ്ടാ തോന്നില്ല, പക്ഷെ പ്രവർത്തികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് പ്രവൃത്തികളൊക്കെ. ഓക്കെ, താങ്ക് യു. നമ്പർ 1, ആണും പെണ്ണും പാമ്പും കീരിയും പോലെ ജീവിക്കുന്ന അവസ്ഥ മാറി അടിയും ചക്കരയായിട്ട് ജീവിക്കാനുള്ള ഒരു കാലഘട്ടം വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാമത്തത്, ഇവിടെ ഞാൻ പറയല്ലോ മതവിശ്വാസങ്ങൾ, ഇപ്പം സ്ത്രീ പുരുഷ 2 ഭാഗങ്ങളുണ്ട് അല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരു ട്രാൻസ്ജെൻഡറും കൂടി നമുക്ക് സമയം വളരെ കുറവാണ്. ഈ ട്രാൻസ്ജെൻഡർ അതേമാതിരി നമുക്ക് മതമില്ലാത്ത ഒരു സമൂഹം ഉണ്ടാക്കാൻ നമുക്ക് ചേട്ടാ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി ഇവരെ ഒന്ന് കേൾക്കാം. അതായിരിക്കും ഈ എലിയും ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഓക്കെ, അതിന്റെ മറുപടി ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. യഥാർത്ഥത്തില് നമ്മുടെ ചാലക്കുടിയിലുള്ള സ്നേഹിതൻ 70 വയസ്സെന്ന് അവകാശപ്പെടുന്നു, പക്ഷെ കണ്ട ഒരു 30 വയസ്സ് കൂടുതൽ തോന്നില്ല കേട്ടോ, സത്യം പറയാൻ. അതെ, മൂപ്പർ ചോദ്യമല്ല, മൂപ്പർ ചില നിരീക്ഷണങ്ങളാണ്. അപ്പം എനിക്കൊന്നത് നമുക്ക് ആ നിരീക്ഷണങ്ങളെ വെച്ചിട്ട് ഹോർത്തൂസിൽ വേറൊരു ചർച്ച നമുക്ക് സംഘടിപ്പിക്കാം. അതായിരിക്കും നല്ലത്. അവസാനത്തെ ചോദ്യം അവസാനിച്ചു. കഴിഞ്ഞു ചോദ്യങ്ങൾ. ലാസ്റ്റ് ചോദ്യം ചുരുക്കി ചോദിക്കണേ. ലാസ്റ്റ് ചോദ്യം. അതെ, ബഹുമാനപ്പെട്ട 2 എംപിമാരോടുമാണ്. 2 പേരും ചെറുതായിട്ട് മറുപടി പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട ബ്രിട്ടാസ് പറഞ്ഞു പാർലമെൻ്ററി ഡെമോക്രസി ജഡാവസ്ഥയിൽ ആണ് എന്ന് പറഞ്ഞു. അത് യഥാ രാജ തഥാ പ്രജ എന്നതാണോ, യഥാ പ്രജ തഥാ രാജ എന്നതാണോ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം? ചോദ്യം മനസ്സിലായല്ലോ? ചോദ്യം മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞൊരു ചെറിയ ജഡാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള സന്ദേഹങ്ങൾ ശക്തിപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജഡാവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനവിടെ പാർലമെൻറ്റ് MP ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൽ പ്രജകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. എന്താ കാരണം? യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഷുഡ് ബി അക്കൗണ്ടബിൾ ടു ദി പാർലമെൻറ്റ്, ലെജിസ്ലേച്ചർ. ആ ഒരു തത്വം ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ എന്താണ് ജനാധിപത്യം, പാർലമെൻറ്റ് ജനാധിപത്യം? ഞങ്ങൾ ജനപ്രതിനിധികൾ ജനങ്ങളോട് അക്കൗണ്ടബിളാണ്, ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. ഞങ്ങളോട്, അതായത് കളക്റ്റീവായിട്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന പാർലമെൻറ്റിനോട് അക്കൗണ്ടബിളാണ് എക്സിക്യൂട്ടീവ്. പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് അക്കൗണ്ടബിളായി നിൽക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നു. ഹൈബി വീട് കയറി നടക്കുന്നു, അവരുടെ വിമർശനങ്ങൾ ഏൽക്കുന്നു. പക്ഷേ ഞങ്ങളോട് അക്കൗണ്ടബിൾ ആകേണ്ട എക്സിക്യൂട്ടീവ് വേണ്ടത്ര അക്കൗണ്ടബിൾ ആകുന്നില്ല. അതാണ് ജനാധിപത്യത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വേറൊരു വലിയ ചർച്ചകളുടെ വിഷയമാണ്. നമുക്ക് സംസാരം തീർന്നില്ല, പക്ഷേ സമയം തീർന്നുപോയി, ഒരു നിവൃത്തിയില്ല. അപ്പോൾ 2026 ഹോർത്തൂസിൽ നമ്മൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഏത് സഭയാണ്, ഏത് ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്ന കാര്യം നമുക്ക് അപ്പം തീരുമാനിക്കാം. 26-ന് ഇതുപോലെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വരും. ഓക്കെ, താങ്ക് യു.